പ്രിയ ശരീരവുമായി ഈ സെമിത്തേരിയിലേക്ക് വന്നു ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ദീർഘകാലം ഭൂമിയുടെ മുഖത്ത് വിശ്വസ്തയോടെ ജീവിച്ച് കർത്താവിൽ മരണപ്പെടുവാൻ പ്രിയ പിതാവിന് ദൈവം സാവകാശം നൽകി. ഭവനത്തിലെ ശുശ്രൂഷകൾ ഭംഗിയായി നിറവേറ്റി നാം ഈ സെമിറ്ററിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കും. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ പ്രധാന കാർമ്മികത്വം പാസ്റ്റർ എം ജി ജോൺ അവർ നിർവഹിക്കും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ വി ചാണ്ടി പ്രാർത്ഥിക്കാം. കരുണയുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിന് മഹത്വം. നീണ്ട വർഷം ഈ ലോകത്ത് ജീവിച്ചു. അനുഭവമായ കർത്താവിനെ കണ്ടുമുട്ടി നിത്യതയ്ക്ക് വേണ്ടി കരുതി. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായവിടെയെല്ലാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട തുടങ്ങിയതും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി അവിടെ നന്മകളൊക്കെ അനുഭവിക്കാനിടയായി. ഞാൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സ്ഥാനിൽ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെട്ടു. അത് ശരീരവുമായി അമ്മയെ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഇവിടെയാക്കി. തുടർന്ന് സൂക്ഷ്യ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. സൂക്ഷിപ്പാൻ ഞങ്ങളുടെ പ്രശ്നയെ സഹായിക്കണം. ദുഃഖത്തിനും ഭാരത്തിലുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ഇവിടുന്ന് കടന്നു പോകുമ്പോൾ പ്രത്യാശയോടെ വീണ്ടും ഞങ്ങൾ കടന്നു പോകാൻ കൃപ ചെയ്യുകയും ചെയ്യണം. ആദ്യമല്ല അവസാനം വരെയും ദൈവ സാന്നിധ്യങ്ങളെ ശുശ്രൂഷയിൽ സാന്നിധ്യം അനുഭവിച്ചൊരിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ശുഭയേറുമോർനാടുണ്ടതേ കാണമേ ദൂരമേ ശ്വാസത്താൽ ആരംവാസം നാമോ കൊരുകി നിൽക്കുന്നോണ്ടകേറി കാത്തതാൽ വേഗം നാം കേറിടോ ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം വേദം രോഗനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടോ ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടോ ഭംഗിയേറിയ തീരത്ത്. പ്രിയ പിതാവിൻ്റെ ഭൗതിക ശരീരവുമായി ഈ സെമിത്തേരിയിൽ നമുക്ക് വന്നു ചേരുവാൻ ഇടയായിരുന്നു. മരണാനന്തരം ആളുകൾ അവരുടെ ഭൗതിക ശരീരം വിശ്രമിക്കുന്ന ഭൂമിയിലെ ഒരിടം എന്ന് പറയുന്നത് സെമിത്തേരിയാണ്. എന്നാൽ ഈ പ്രിയ പിതാവിൻ്റെ ആത്മാവ് നിത്യ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഇപ്പോൾ 80-ൽ പരം വയസ്സ് പ്രായമുള്ള പഴക്കമുള്ള ഒരു ഭൗതിക കൂടാരം മാത്രമാണ് ഇവിടെ ശേഷിച്ചിരിക്കുന്നത്. ഈ കൂടാരത്തിലുണ്ടായിരുന്ന ആത്മാവ് ഇമ്പങ്ങളുടെ പർദീസായിലേക്ക് എടുക്കപ്പെട്ടു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് താൽക്കാലികമായ പ്രത്യാശയല്ല. അഥേന, കോരിന്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവരായി. ആ കൂട്ടത്തിൽ എപ്പിക്യൂരിയരെ, സ്തോയിക്കർ തുടങ്ങിയ തത്വചിന്തകന്മാരായ ആളുകൾ മരണം സംഭവിക്കുന്നു, മരണത്തിന് ശേഷം ഒന്നും സംഭവിക്കുന്നില്ല
എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ സാഹചര്യത്തിലാണ് കോരിന്തിൽ സഭ ആരംഭിക്കുന്നത്. കോരിന്തിൽ സഭ ആരംഭിക്കുമ്പോൾ ഈ ചിന്താഗതിയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തുമുണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കുവാൻ എഴുതുവാൻ കാരണം അവിടെയുള്ള ആളുകളുടെ ഈ തെറ്റായ ചിന്താഗതി മാറേണ്ടതിനു വേണ്ടിയാണ്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് 15-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഓരോരുത്തരും താൻ താൻ്റെ നിരയിൽ അത്ര ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം.